കാണാത്ത കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി അതേതായാലും കൊള്ളാം, അതൊക്കെ നല്ലത് തന്നെ. അതൊക്കെ അവരവരുടെ സ്വന്തം സ്വകാര്യതയും അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഈ കണ്ട വീഡിയോ പോലും അതും കാണാത്ത, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ആപേക്ഷികമായി കാണാത്ത കാഴ്ചയാണ്. ഈ കാണാത്ത കാഴ്ചകൾ നിങ്ങൾക്കിടയിൽ തന്നെ സ്വകാര്യമായി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തെന്ന് വെച്ചാൽ, ഈ തലയിൽ കെട്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഷാള്, ഇതിന് പറക്കാത്തിൽ 250 രൂപ എത്ര വില വരുള്ളൂ. പക്ഷേ ഇത് കെട്ടിയ മനുഷ്യർക്ക് സമൂഹത്തിനിടയിൽ വിലമതിക്കാൻ കഴിയാത്തത്ര വലിയ മൂല്യവും ആദരവുമാണ്. നമ്മുടെ ബസ്സിലേക്ക് കയറി ചെന്നാൽ ഏതെങ്കിലുമൊക്കെ മീനിങ്ങളായ മനുഷ്യർ നീട്ട് നമസ്തവരുന്നോളാൻ പറയും. ഒരു കല്യാണ സ്ഥലത്തിലേക്ക് നിന്നാൽ, ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നാൽ ആളുകൾക്ക് നമ്മളോട് ഉണ്ടാകുന്ന ആ ഒരു ആദരവും ബഹുമാനം അവർണീയമാണ്. നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇതെല്ലാം ആസ്വദിച്ചവരാണ് നമ്മൾ, അതിന്റെ ദാതാക്കൾ കൂടിയാണ് നമ്മൾ, അതുകൊണ്ട് നമുക്കറിയാവില്ല. പക്ഷെ നമ്മളൊരു പണ്ഡിതനാണെന്നിരിക്കെ തന്നെ ഈ വേഷങ്ങളൊന്നും ഇതിന്റെ അജ്ഞാനത്തിന്റെ പ്രതിഫലനം എന്ന് നമ്മൾ പറയുന്ന അടയാളമായി കാണുന്ന ഈ വേഷങ്ങളില്ലെങ്കിൽ നമ്മൾ അറിയുന്നവർക്ക് നമ്മുടെ ആദരവുണ്ടാവും. പക്ഷേ നമ്മളൊരു പ്രബോധകനാണ് എന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണ് നമ്മുടെ തലപ്പാവ്, നമ്മുടെ വസ്ത്രമൊക്കെ. അപ്പോൾ ജനങ്ങൾക്ക് നമ്മളോടുള്ള ബഹുമാനം ആദരവൊക്കെ നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചവരാണ്. അതിനൊക്കെ കളങ്കം വരുത്തും. ഓരോ ദിവസം കഴിയും തോറും ഓരോ തരത്തിലുള്ള കൂത്താട്ടങ്ങളും സമൂഹത്തിനിടയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഞാനും നിങ്ങളൊന്നും മാത്രമല്ല, നമ്മുടെയൊക്കെ ഉസ്താദന്മാരടക്കമുള്ള ആളുകളെ അവമതിപ്പിക്കുന്ന, സമൂഹത്തിന്റെ പരിഹാസ്യരാക്കുന്ന രൂപേണയാണ് നമ്മുടെ പല പാട്ടുകളും, നമ്മുടെ പല കൂത്തുകളും. പാട്ടൊക്കെ നല്ലത് തന്നെയാണ്. കേരള സമൂഹം കാതു കൂർപ്പിച്ചിരുന്ന് ആസ്വദിച്ച നിമിഷങ്ങളുണ്ട്. അത്ര മനോഹരമായാണ് ഹബീബായ തങ്ങളെ ഈ വർണ്ണിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെയൊക്കെ മജ്‌ലിസിൽ ഇന്നും യഥാർത്ഥ ആലിമീങ്ങളും യഥാർത്ഥ മുഅ്മിനീങ്ങളും പ്രേക്ഷകരായിട്ട് കുന്നുകൂടുകയാണ്. അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അവരുടെ പരിപാടിക്ക് ഇന്നും പ്രേക്ഷകരായി എത്തുന്ന ആളുകൾ അത്രയും അള്ളാഹുവിന്റെ ദീനോട് പ്രതിബദ്ധതയുള്ള ആളുകളാണ്. പക്ഷേ ഇവരുടെ ബുറുദയെ കേട്ടിരുന്ന മനുഷ്യർ ആ ബുറുദയുള്ള മഹബത്ത് കൊണ്ട് കല്യാണ വീട്ടിലെ ആഭാസങ്ങൾ നിർത്തലാക്കണം എന്നതിന് ഒരു ബദൽ സംവിധാനമായിട്ട് സാധാരണ വേദിയിൽ നടന്ന ബുറുദകൾ കല്യാണ വീടുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. അവരാണത് തുടങ്ങിത്തന്നത്. പക്ഷേ അവര് വലിയ വലിയ വേദികളിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ ഗ്യാപ്പിൽ കുറച്ച് കുഞ്ഞു ടീംസുകൾ ഈ കല്യാണ വീടുകളിലെ ബുറുദ ഏറ്റെടുക്കുകയും പിന്നീട് ബുറുദയുടെ ഭാ എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി. ഗാനമേളയുടെ ഡീജനെ തോൽപ്പിക്കുന്ന രൂപത്തിൽ, അത്രയും അപഹാസ്യമായ രൂപത്തിലാണ് ഈ ബുറുദ എന്ന പേരിൽ കല്യാണ വീട്ടിൽ നടക്കുന്ന ആഭാസ ഗാനമേള എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും ഉസ്താദന്മാർ ഈ വിഷയത്തെ അഡ്രസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും പറയുന്നവരെ പരിഹസിക്കുകയും തെറി വിളിക്കുക എന്നതിനപ്പുറം ഇതിന് ഇവർക്കൊരു മാറ്റമില്ല. കാരണം ഈ സമുദായം പണ്ഡിതന്മാർക്ക് വകവെച്ചു കൊടുക്കുന്ന ഒരു ബഹുമാനം അതിന്റെ മറപിടിച്ച് കാണിക്കുന്ന കോപ്ര എന്ന് പറഞ്ഞ ചെറുതൊന്നുമല്ല. ഇപ്പൊ ഊന്നാൻ വരുന്ന മുത്തഅല്ലിമീങ്ങൾ അടക്കം ഇതിന്റെ ആളുകളായി മാറുകയാണ്. 2-3 കൊല്ലമൊക്കെ ഏതെങ്കിലും ദർസിൽ കിടന്ന് ഇറങ്ങി ഈ വേഷമൊക്കെ ധരിച്ച് ഈ പാട്ടിന്റെ പിന്നാലെ പോയി തന്റെ ഭാവി ഭാസുരമാക്കുന്നതിനപ്പുറം ഒരു കാലം അവരുടെ ആ ഒരു ഹ്രസ്വമായ കാലം ഒരു പാട്ടിന്റെ പുറകെ കൂടി ഒരു അര വരി പോലും വായിക്കാൻ പറ്റാത്ത തലത്തിലേക്ക്, ഒരു ഹറക്കത്തിലാത്ത കിതാബ് തർക്കീബ് അനുസരിച്ച് വായിക്കാൻ കഴിയാത്ത ഒരു രൂപത്തിലേക്ക് കുട്ടികൾ പോവുകയും പിന്നീട് ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ മൂലക്ക് അരികുവൽക്കരിക്കപ്പെട്ടവരായി മാറിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ മുമ്പിൽ സംജാതമാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ബോധ്യമാണ്.